ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ ഉണരണമെങ്കിൽ മമ്മൂട്ടിയുടെ എന്തെങ്കിലും ഒരു വാർത്ത വരണം. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ഏതെങ്കിലും ഒരു സ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അത് ഗംഭീരം തന്നെയായിരിക്കും. അന്നത്തെ ദിവസം സോഷ്യൽ മീഡിയ ആളിക്കത്തുന്നത് നമുക്ക് കാണാനുണ്ട്. കഴിഞ്ഞ 4 മാസമായി അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. ഒപ്പം ഒരുപാട് പേർ ആഗ്രഹിച്ചതാണ് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് അദ്ദേഹത്തെക്കുറിച്ച് വരിക, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ ഡീറ്റെയിൽസ് വരിക. നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധകർ, മമ്മൂട്ടി മോഹൻലാൽ ആരാധകർ തമ്മിൽ കടുത്ത വാഗ്വാദങ്ങൾ നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ചീത്തവിളിയും പല കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴും എല്ലാവരുടെയും ഉള്ളിൽ ഇവരെ രണ്ടുപേരെയും ഇഷ്ടമാണ് എന്നുള്ളതാണ്. നമുക്കത് ഏതാനും നാളുകളായി മനസ്സിലാകുന്ന ഒരു കാര്യം കൂടിയാണ്. പലപ്പോഴും നമുക്കത് വെളിവായിട്ടുള്ള കാര്യവുമാണ്. വീണ്ടും മമ്മൂട്ടിയുടെ ആ ഒരു പോസ്റ്റർ വരുമ്പോൾ സിനിമാ ലോകം തന്നെ അല്ലെങ്കിൽ പ്രേക്ഷക ഹൃദയം തന്നെ ഒരു സന്തോഷത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ്. ഇന്ന് മമ്മൂക്കയുടെ ആ ഒരു പോസ്റ്റർ തരംഗമാകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ച് വരുന്നു എന്നുള്ളത് തന്നെ. അതെ, ഇനിയും കാത്തിരിക്കുന്നത് കളങ്കാവൽ എന്ന ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടിയാണ്. ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. അതെ, മലയാളത്തിലെ ഏറ്റവും മികച്ച നടൻ്റെ നടന വൈഭവം ഒരിക്കൽ കൂടെ വീണ്ടും പുതുമയോടെയുള്ള ഒരു അവതരണം കാണാൻ വേണ്ടി തന്നെ. മമ്മൂട്ടി ഇപ്പോൾ ഏറ്റവും പുതിയ ചിത്രമായ MN ആണ് അഭിനയിച്ചുകൊണ്ട്, അതായത് പാട്രിയോട്ട് എന്ന ചിത്രത്തിലാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നം കൊണ്ട് തന്നെ പലപ്പോഴും അതിൻ്റെ ഷൂട്ടിംഗ് മാറുകയും ഇനി അദ്ദേഹം ജൂലൈ ഓഗസ്റ്റിൽ ജോയിൻ ചെയ്യുമെന്നുള്ളതാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. എന്തായാലും ഓഗസ്റ്റ് മാസത്തോടെ അല്ലെങ്കിൽ ഓഗസ്റ്റ് അവസാനത്തോടു കൂടി തന്നെ കളങ്കാവൽ റിലീസ് ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ കരുതപ്പെടുകയും ചെയ്യുന്നത്. ഇതിനിടയിൽ മമ്മൂട്ടിയെക്കുറിച്ചുള്ള മറ്റൊരു വാർത്ത കൂടെ വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം ഇനി പാഠപുസ്തകത്തിലേക്ക് വരികയാണ്. നമ്മൾ ഒരുപാട് സിനിമ ആരാധകർക്ക് അദ്ദേഹം അവരവരുടെ ഹൃദയത്തിൽ കയറി ഒരു പാഠപുസ്തകത്തിലുപരി ജീവിതത്തിൽ പലപ്പോഴായി പല മേഖലയിലുള്ളവർക്കും അതൊരു പഠന പുസ്തകവുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഇപ്പോൾ മഹാരാജാസ് കോളേജിൻ്റെ ഏറ്റവും വലിയ താരപുത്രൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന മമ്മൂട്ടിയുടെ ജീവിതം പാഠപുസ്തകത്തിലേക്ക് എത്തുന്നു, സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. മമ്മൂട്ടിയെ കൂടാതെ എറണാകുളം മഹാരാജാസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ ദാക്ഷായണി വേലായുധൻ്റെ ജീവിതവും പാഠപുസ്തകത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നടൻ മമ്മൂട്ടിയുടെ ജീവിതം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇനി പഠിക്കും എന്നുള്ളത് തന്നെയാണ്. 2ാം വർഷ ചരിത്ര ബിരുദ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മേജർ ഇലക്റ്റീവായ മലയാള സിനിമയുടെ ചരിത്രത്തിലാണ് മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥിയായ മമ്മൂട്ടി ഇടം പിടിച്ചത്. ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇതിന് അംഗീകാരവും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, മമ്മൂട്ടി ഇല്ലാതെ എന്ത് മഹാരാജാസ് എന്നുള്ള ചോദ്യം തന്നെയാണ് അവിടെ വരുന്നത്. കലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന മമ്മൂട്ടി ഒരുപക്ഷെ ഓരോ മലയാളിക്കും പ്രിയങ്കരനാകുന്നത് അതിലുപരിയൊക്കെ നമ്മളുടെയൊക്കെ ജീവിതത്തിലെ പല മാനറിസങ്ങളും ചിന്തകളും നോട്ടങ്ങളും ചിരികളുമെല്ലാം ഒരുപക്ഷെ ഇതിൽ നിന്നൊക്കെ കടം കൊണ്ടതുമായിരിക്കാം. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ്.